ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഇന്റർനാഷണൽ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ വിഴിഞ്ഞം കടപ്പുറത്ത് വെച്ച് ഞങ്ങൾ പരസ്യയോഗം നടത്തുകയാണ്. ഈ പരസ്യയോഗത്തെ ദൈവം അനുഗ്രഹിക്കണം. ഈ ദേശത്തെയും ദൈവം അനുഗ്രഹിക്കണം. ഈ ദേശത്തിലെ ജനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ ദേശത്തുള്ളായി കടന്നുകൊണ്ടിരിക്കുന്ന ിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ ശക്തിയാൽ ദൈവം ഭൂമിയെ ഉളവാക്കിക്കൊണ്ട് ഞങ്ങളിതാ ഇവിടെ അടുത്ത് കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിന്റെ ഭൂലോകം എങ്ങും പോയി എന്നാലും പോയി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശം അറിയിച്ചുകൊണ്ട് സകല ജനങ്ങളെയും എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിർണയപ്രകാരമായ ഇംഗ്ലീഷിൽ പറഞ്ഞ ദൈവത്തിന്റെ സന്ദേശം കൊടുക്കുവാൻ വേണ്ടി ഇതാ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളെ, നാം ചിന്തിക്കുന്ന നമ്മുടെ ജീവിതത്തിലും പലതെല്ലാം നാം ആയിരിക്കുന്നു, എന്നാൽ നാം പലതെല്ലാം ആകുന്നു. നാം അയത്താൻ അത് വെറും ദൈവം ജലമുണ്ടാക്കി അക്ഷരത്തിൽ ദൈവം വിധാനത്തെ സൃഷ്ടിച്ചുകൊണ്ട് അതിന്മേൽ പരിവർത്തനം ചെയ്തുകൊണ്ട് മനുഷ്യരെ ന്യൂനപ്പെടുത്തിയെടുത്തുകൊണ്ട് ഇത് ഈ കാണുന്ന ലോക മനുഷ്യരെല്ലാം ദൈവത്തിന്റെ നിർണയപ്രകാരം ഉള്ളതായത് അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുക ഒരിക്കലുമില്ല. മനുഷ്യൻ മണ്ണിന് മണ്ണോട് ചേർന്നല്ലാതെ അവരുടെ പുതിയ സൃഷ്ടിയായി തീരുവാൻ ഒരിക്കലും സാധ്യമല്ല. അതിന് കഴിയാറുണ്ട്. ജീവനെ അർപ്പിച്ചുകൊണ്ട് പാപത്തെ ബോധവൽക്കരണ പരീക്ഷിച്ചുകൊണ്ട് അനേകം ഭാവികളെ വീണ്ടെടുക്കാൻ വേണ്ടി ഭാഗമായി തീർന്നുകൊണ്ട് പരിശ്രമ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആ കർത്താവിനെ നമ്മൾ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യണം. ഇന്നും ജീവിക്കുന്ന സ്വർഗത്തിൽ വസിക്കുന്ന ഭാവികൾക്ക് വേണ്ടി ന്യായവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പാപത്തെ ബോധപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇന്ന് ലോകത്തെമ്പാട് 365 മിനിറ്റുകൾ ചരിത്രത്തിൽ പറയുന്നു. എന്നാൽ ഇല്ലാത്ത രാജ്യങ്ങൾ പോലും അവരെയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിന്റെ പദവി ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ചിന്തിച്ചു നോക്കൂ, നിന്റെ വലിയ പാവത്തെ ബോധപ്പെടുത്താൻ നിനക്ക് വലിയ മനസ്സുണ്ടോ? എന്നായിരിക്കും. എന്നാൽ ഒന്ന് കേട്ടുകൊണ്ട് അറിയുന്നുണ്ട്. അതിന്റെ 12-ാമത്തെ ആരോഗ്യം മന്ത്രിക്കുന്നത് കുത്തിഘോഷിക്കാൻ നടത്തുക അത് ദൈവത്തിന് ഒരു നിയമമാണ്, അത് വാസ്തവമാണ്. ഈ ആരോടും പറയേണ്ടത് പറഞ്ഞ് മന്ത്രിക്കുന്ന കാര്യം അത് എങ്ങനെയാണ്? അതാതിന്റെ പുറകിൽ ചൂടൻ കുത്തിലൂടെ അവൻ ഈ വർഷങ്ങളിൽ ചൂടൻ അല്ലെങ്കിൽ അവർ ലോകത്തിലുള്ള മനുഷ്യരെ അവർക്ക് ദൈവത്തിന്റെ മക്കള് പറയുന്നത് മറ്റുള്ളവരെ അറിയുന്നത് വിചാരിക്കും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ നീ എന്ത് ചെയ്യുന്നു, നീ ഏത് ചെയ്യുന്നു, അതുകൊണ്ടാണ് ദൈവത്തിൽ അത് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിഴിഞ്ഞം ദേശത്ത്
സുവിശേഷ പരസ്യ യോഗം ആത്മശക്തി ഇന്റർനാഷണൽ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരികയാണ്. ഹല്ലേലൂയ. ഈ ദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ ഹല്ലേലൂയ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആഴക്കടലിൽ ചെന്ന് മത്സ്യം പിടിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. എങ്കിലും ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തരണം ചെയ്ത് മത്സ്യം പിടിച്ചുകൊണ്ട് അവർ വരുന്നുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ഹല്ലേലൂയ കടൽക്കരയിലേക്ക് നടന്നു പോവുകയാണ്. ആ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ കാണാഞ്ഞിട്ട് ശീമോൻ പത്രോസ് ശിഷ്യന്മാരും കൂടി കടപ്പുറത്ത് വലയും കള്ളവും എടുത്തും കൊണ്ട് വീണ്ടും അവർ മീൻ പിടിക്കുവാൻ പോയി. അപ്പോൾ ആ രാത്രി സമയത്ത് അവർക്ക് മത്സ്യമൊന്നും കിട്ടിയില്ല. വളരെയധികം വിഷമിച്ച് അവർ ദുഃഖിച്ച് അവിടെ ഇരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അതിന്റെ തൊട്ടും അടുത്ത് വന്നു നിൽക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു ആണെന്ന് ശീമോൻ പത്രോസിനും ശിഷ്യന്മാർക്കും അറിയുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു അവരുടെ സമീപത്ത് ചെന്നിട്ട്, സഹോദരന്മാരെ, നിങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ലയോ എന്ന് ചോദിച്ച്, ഹല്ലേലൂയ അവർ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. എന്നാൽ പടകിന്റെ വലതുഭാഗത്ത് നിങ്ങൾ വല വീശുക. പെരുത്ത മീൻ, ഹല്ലേലൂയ, വല നിറയെ, വല പൊട്ടുമാറ്, ഹല്ലേലൂയ, ആ വല നിറച്ചും വലിയ മത്സ്യം, ഹല്ലേലൂയ, ശീമോൻ പത്രോസിന്റെ വലയിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് നിറച്ചു കിട്ടി. ഇപ്പോൾ നിങ്ങളുടെ കൈവശം മീന് വല്ലതും ഉണ്ടോ? അവര് പറഞ്ഞ്, ഇപ്പോൾ കൈവശം മീനൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ പിടിച്ച മീന്, അതാണ് യേശു ആവശ്യപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ പിടിച്ച മീന് കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് യേശു ചോദിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവാണ് ചോദിച്ചത് ഇപ്പോൾ പിടിച്ച മീന് കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. ഈ ദേശത്ത് ഈ ആണി ഹല്ലേലൂയ ദിവസങ്ങളിൽ ധാരാളം മത്സ്യം കിട്ടേണ്ട സമയമാണ്. എങ്കിലും ഈ കടലിനകത്ത് ഇപ്പോൾ മത്സ്യം ഒന്നും ഇല്ല. ഹല്ലേലൂയ. കുഞ്ഞു കുഞ്ഞു മീനുകൾ മാത്രമേ ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഈ വിഴിഞ്ഞം കടപ്പുറത്തും ഈ അറബിക്കടലിലും കേരള തീരത്തും വലിയ മത്സ്യം കൂമ്പാരം ഹല്ലേലൂയ കടന്നു വരട്ടെ. ഹല്ലേലൂയ. വലകൾ നിറയട്ടെ. മത്സ്യം കൊണ്ട് വലകൾ നിറയട്ടെ. മത്സ്യ തൊഴിലാളികൾക്കും ഈ ദേശത്തിലെ ജനങ്ങൾക്കും ഭക്ഷിക്കുവാൻ ഹല്ലേലൂയ മീനുകൾ ഹല്ലേലൂയ ഈ സമുദ്രത്തിൽ നിറയട്ടെ, നിറയട്ടെ. നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.